പാസ്റ്ററെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് താങ്കൾ ട്രിവാൻഡ്രം സിറ്റി വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു? അങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ എവിടെയാണ് സിറ്റി ചർച്ചിൻ്റെ ആദ്യത്തെ ആരംഭം? അതെങ്ങനെയാണ് ആരംഭിച്ചത്? ഞാൻ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്ത് അവിടെ പരീക്ഷ എഴുതാനൊക്കെ വരുമ്പോൾ തമ്പാനൂർ സ്റ്റാൻഡിലെ അന്യനാമ ഉച്ചാരങ്ങൾ ഭയങ്കര ശബ്ദത്തിൽ സ്റ്റാൻഡിനകത്ത് മുഴങ്ങി കേൾക്കും. ആ ചെറുപ്പകാലത്ത് തമ്പാനൂർ സ്റ്റാൻഡിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു, കർത്താവേ, ഒരവസരം അങ്ങേ സേവിക്കാൻ എനിക്ക് ലഭിച്ചാൽ ഞാൻ ഈ നാമോച്ചാരങ്ങൾക്ക് ഈ പട്ടണത്തിൽ ഹല്ലേലൂയ എന്ന് മുഴക്കാം. അന്നത്തെ അറിവിൽ പറഞ്ഞതാണ്. പക്ഷെ പിൽക്കാലത്ത് ബഥേൽ ബൈബിൾ കോളേജിൽ എത്തിച്ചേരുകയും ഒരു പുതിയ പ്രവർത്തനം ചെയ്യണം എന്ന താല്പര്യം ഉണ്ടായപ്പോൾ ഹോം മിഷണറി കൗൺസിൽ എന്നറിയപ്പെടുന്ന സുവിശേഷ വിഭാഗം അത് തിരിച്ചറിഞ്ഞ് അനേക കുട്ടികൾ നോർത്ത് ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന മാത്യു പിസ്കറിയ ബഹുമാന്യ അധ്യാപകൻ, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ HMC ചെയർമാനായിരുന്നു, താങ്കൾ എവിടെയാണ് പുതിയ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പല പഴയ സഭകളും വാസ്തവത്തിൽ അന്ന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. കൂടാതെ എൻ്റെ പഠനകാലത്ത് തന്നെ ഞാൻ പനവൂർ കേന്ദ്രമാക്കി ഒരു വർക്ക് ചെയ്തിരുന്നു. അനേകം പേരവിടെ സ്നാനപ്പെട്ട് എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രവർത്തിച്ച ഇടമായ പനവൂരിനെ അംഗീകൃത സഭയായി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അതും വേണമെങ്കിൽ തുടരാമായിരുന്നു. പക്ഷെ അത് തുടരണ്ട എന്ന് കരുതി മുൻകാലത്തിൽ തമ്പാനൂർ സ്റ്റാൻഡിൽ വെച്ച് എടുത്ത തീരുമാനപ്രകാരം ഞാൻ സാറിനോട് പറയുകയും സാറ് സിറ്റി HMC ടീം എന്ന നിലയിൽ തമ്പാനൂർ കേന്ദ്രമാക്കി 1994 ഫെബ്രുവരി 12 ഇവിടെ ഞങ്ങളെ അയച്ചു. അതാണ് ഇവിടുത്തെ വന്നറിഞ്ഞതിൻ്റെ ആരംഭം. പക്ഷേ ആരും സ്വീകരിക്കാനില്ല, വളരെ വിഷമത്തിലായിരുന്നു. ചില പാസ്റ്റർമാരെ കണ്ടു. ഇവിടുത്തെ ഒരു വലിയ സഭയുടെ മുമ്പ് ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുവിശേഷ വേല ചെയ്തിട്ട് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് ഞാൻ അന്തി ഉറങ്ങാൻ ആ ഗേറ്റിൽ ചെന്ന് തട്ടി. അപ്പോൾ അവിടെയുള്ള സഹോദരി അവരിറങ്ങി വന്നില്ല, അവരുടെ മകനും ഇറങ്ങി